മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയും പ്രതാപനും കൂടെ മോഹിനി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭക്ഷണത്തിൽ വിഷം കലർത്താനായിട്ട് അടുക്കളയിൽ എത്തുന്നുണ്ട്. അതേസമയം മോഹിനിയും അങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും ഇവരുടെ സംസാരം കേട്ട് മോഹിനിയാണെങ്കിൽ ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ്. അതേസമയം മോഹിനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുമ്പിളപ്പത്തിലെല്ലാം പ്രതാപനും മുത്തശ്ശിയും വിഷം കലർത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാത്തിലും നന്നായിട്ട് തന്നെ പുരട്ടിക്കോട. അവൾ കഴിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇല്ലാതെയായാൽ അത് മതി, അവൾക്ക് അതിനുള്ളൊരു ഭാഗ്യമെല്ലാം ഉണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാ കുമ്പളപ്പത്തിൻ്റെ പുറത്തും രണ്ടുപേരും കൂടെ വിഷം പുരട്ടി വെക്കുന്നുണ്ട്. ഇത് കണ്ട് മോഹിനിയാണെങ്കിൽ ആകെ വല്ലാതെയാകുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ തന്നെ മോഹിനി നിൽക്കുകയാണ്. അതേസമയം അവൾ നമുക്ക് വേണ്ടിയും കുറച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവ പരാതിയൊന്നും പറയരുതല്ലോ, അതിനു വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് നല്ല മുത്തശ്ശി പറയുന്നുണ്ട്. പിന്നീട് റൂമിലോട്ട് പോകുന്ന മോഹിനിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വയറ്റിൽ നിന്ന് പിറക്കാത്ത ഒരു കുഞ്ഞിനെ വരെ കൊല്ലാൻ ശ്രമിക്കുന്ന നീച ജന്മങ്ങളാണ് ഇവരെല്ലാം ഇതിനനുഭവിക്കുക തന്നെ ചെയ്യുമെന്നല്ല മോഹിനി പറയുകയാണ്. അങ്ങനെ ഇവരെല്ലാം ഉറങ്ങിയതിന് ശേഷം മോഹിനിയാണെങ്കിൽ അടുക്കളയിൽ ചെന്നിട്ട് പലഹാരത്തിൽ വിഷം പുരട്ടി വെച്ചിരിക്കുന്ന പലഹാരമെല്ലാം മാറ്റിയിട്ട് ഇവർക്ക് കഴിക്കാനായിട്ട് വെച്ചിരിക്കുന്ന പലഹാരമെല്ലാം എടുത്തു വയ്ക്കുകയാണ് മോഹിനി. പിന്നീട് വീട്ടിലെത്തുന്ന കണ്ണനോടായിട്ട് ദുർഗ പറയുന്നുണ്ട്, മോനെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്നും നമ്മുടെ കരുണയുടെ മുത്തശ്ശിയാണെങ്കിൽ നാളെ അവൾക്ക് മോഹിനി ഉണ്ടാക്കി കൊണ്ടുവരുന്ന പലഹാരത്തിൽ വിഷം ചേർക്കുന്നുണ്ട്, അതോടുകൂടി അവളുടെ കുഞ്ഞ് നഷ്ടപ്പെടുമെന്നെല്ലാം പറയുന്നത് കേട്ട് വളരെയേറെ ഞെട്ടിത്തരിച്ച് പോവുകയാണ് കണ്ണൻ. പക്ഷേ അവരുടെ മുന്നിൽ ഒരു ഭാവവ്യത്യാസമില്ലാതെ തന്നെ കണ്ണൻ ഇരിക്കുകയാണ്. അന്നേരം ദുർഗ പറയുന്നുണ്ട്, നീ ഇനി അതിനൊരു മുടക്കം വരുത്തരുത്, കുഞ്ഞാണെന്ന് വിചാരിച്ചുകൊണ്ട് നീ അതിന് ഒരു തടസ്സവും പറയരുത് കണ്ണ എന്ന് പറയുമ്പോഴേക്കും അതെല്ലാം ഞാൻ എപ്പോഴേ നിർത്തി, പഴയ കണ്ണനല്ല അമ്മേ ഞാനെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടെ നിന്നും പോവുകയാണ്. അതേസമയം കണ്ണനാണെങ്കിൽ നമ്മളുടെ വരുതിയിൽ ആയെന്നുള്ള ഒരു സന്തോഷത്തിൽ ദുർഗയും സ്വാതിയും കരുണയും എല്ലാം വളരെ സന്തോഷത്തോടുകൂടി തന്നെ നിൽക്കുകയാണ്. ഇവരുടെ പ്ലാനിങ് എല്ലാം നേരത്തെ അറിയാൻ കഴിയുന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞിനും എൻ്റെ ഭാര്യയ്ക്കും യാതൊരുവിധ കുഴപ്പവും സംഭവിക്കില്ല എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ കണ്ണൻ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കണ്ണനാണെങ്കിൽ മഹിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഈ നാടകം കളിക്കുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ട്, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെടാതെ തന്നെ നല്ല രീതിക്ക് തന്നെ അതിൻ്റെ ജനനമുണ്ടാകും. നമുക്ക് നേരെയുള്ള ഓരോ ചലനവും ശത്രുക്കളുടെ വായിൽ നിന്ന് തന്നെ എനിക്ക് നേരിട്ട് അറിയാൻ കഴിയുന്നുണ്ട്, അത് തന്നെ മഹാഭാഗ്യമെന്നെല്ലാം കണ്ണൻ പറയുകയാണ് നമ്മുടെ മഹിയോട്. എന്നാലും കണ്ണേട്ട, ജനിക്കാൻ പോകുന്നൊരു കുഞ്ഞിനെ വരെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഇവരുടെയൊക്കെ മനസ്സ് എന്ത് ക്രൂരതയാണെന്നെല്ലാം മഹി പറയുകയാണ്. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, സ്വന്തം മകളുടെ കുഞ്ഞിനെ വരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് പിന്നെയാണ് നമ്മളുടെ കുഞ്ഞിനെ ഉപദ്രവിക്കാതിരിക്കാൻ പോകുന്നതെന്നെല്ലാം കണ്ണൻ മഹിയോടായിട്ട് പറയുന്നു. പിന്നീട് പിറ്റേ ദിവസം മോഹിനിയാണെങ്കിൽ മഹിക്കുള്ള പലഹാരമെല്ലാമായിട്ട് അവിടെ നിന്ന് പോകാൻ ഇറങ്ങുകയാണ്. അതേസമയം മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയോടായിട്ട് പറയുന്നുണ്ട്, രാവിലെ തന്നെ അവൾ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയല്ലോ അവളുടെ മകൾക്കുള്ള പലഹാരവുമായിട്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രതാപം പറയുന്നുണ്ട്, നിനക്ക് എന്താടി അവളോടൊരു ദേഷ്യമില്ലാത്തത്, നിൻ്റെ മരുമോനെ കൊല്ലുന്ന ഒരു രീതിയല്ലേ അവൾ കാണിച്ചു കൂട്ടിയത്, എന്നിട്ട് നിനക്ക് മാത്രം എന്താടി അവളോട് ഇത്ര സ്നേഹം എന്നെല്ലാം മോഹിനിയോടായിട്ട് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, എൻ്റെ മോള് ഒരു ദുർനടപ്പുകാരിയുമല്ല, അവൾ ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും ചെയ്യില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ മോളോട് എനിക്കൊരു ദേഷ്യവുമില്ല എന്നെല്ലാം മോഹിനി തുറന്നടിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ആ ദേഷ്യവുമില്ല, കൊണ്ട് കൊടുക്കടി, അവൾ വയറ് നിറച്ച് തന്നെ തിന്നട്ടെ നിൻ്റെ മോളെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ ആട്ടി വിടുന്നുണ്ട് മോഹിനിയെ. പിന്നീട് അനന്തുവിൻ്റെ വീട്ടിൽ കണ്ണനും എത്തുന്നുണ്ട്. എന്നിട്ട് മോഹിനിയോടായിട്ട് പറയുന്നുണ്ട്, എന്താണെങ്കിലും അമ്മ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഭക്ഷണത്തിൽ യാതൊരുവിധ വിഷവും ചേർത്തിട്ടില്ല എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി, അതൊക്കെ എനിക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുന്നത് എൻ്റെ ശത്രുക്കളുടെ പക്ഷത്ത് ഞാനായതുകൊണ്ട് മാത്രമാണ്, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിലനിൽക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ കുഞ്ഞ് സേഫായിട്ട് തന്നെ ജനിക്കുകയുള്ളൂ എന്നെല്ലാം പറയുകയാണ്. അത് കേട്ട് മഹി അനന്തവും ലേഖയും എല്ലാം അത് ശരിവെക്കുന്നുണ്ട്. എന്നിട്ട് ലേഖ പറയുന്നുണ്ട്, എന്താണെങ്കിലും കണ്ണേട്ടൻ ഇതൊക്കെ നേരത്തെ കൂട്ടി അറിയാൻ പറ്റുന്നതുകൊണ്ട് ഒരു വലിയൊരു അപകടം തന്നെ നമ്മുടെ മുന്നിൽ നിന്നും ഒഴിവായി പോയി എന്നെല്ലാം പറയുകയാണ്. പിന്നീട് മഹി പറയുന്നുണ്ട്, മുത്തശ്ശിക്കും കരുണയുടെ അച്ഛനും എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലയെന്ന് അറിയില്ലല്ലോ, അവർ ആ വിഷം പുരട്ടിയ ഭക്ഷണം കഴിച്ച് കാണില്ലേ കണ്ണേട്ട എന്നെല്ലാം പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും അവർ ചെയ്ത പ്രവൃത്തിയല്ലേ, അവരൊന്ന് അനുഭവിക്കട്ടെ എന്ന് കണ്ണൻ പറയുകയാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോകുന്ന മേഘനാഥനോടായിട്ട് തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, അവനവൻ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെല്ലാം അവനവനിക്ക് തന്നെ വിനയായിട്ട് വരും, ദൈവത്തിന് നിരക്കാത്ത എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തിരിച്ചടിയായിട്ട് തന്നെ ഉടനെ തന്നെ സംഭവിക്കുമെന്നെല്ലാം പറയാണ് നമ്മുടെ മേഘനാഥനോട്. എന്നിട്ട് പറയുന്നു, താൻ ഇനിയെങ്കിലും നല്ലപോലെ ജീവിക്കണം, ഇനി ആരുടെയും അടിയും ഇടിയും ചതവൊന്നും കൊണ്ട് ഇവിടെ വരാൻ പറ്റില്ല, അതുകൊണ്ട് താൻ നല്ല രീതിക്ക് തന്നെ ജീവിക്കണമെന്നെല്ലാം ഉപദേശിച്ച് വിടുകയാണ്. പിന്നീട് മോഹിനി പോയതിന് ശേഷം അടുക്കളയിൽ ചെന്ന് പലഹാരമെല്ലാം പൊക്കി നോക്കുകയാണ് മുത്തശ്ശിയും പ്രതാപനും. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇവളുണ്ടാക്കിയ ഭക്ഷണം എന്ത് രുചിയാടെ കഴിക്കാൻ, കുറച്ച് കഴിച്ച് നോക്കെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ കൊടുക്കുന്നുണ്ട് മുത്തശ്ശി.
അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ശരിയാണമ്മേ, അമ്മ പറഞ്ഞ പോലെ എന്തൊരു സ്വാദാണ് ഈ കുമ്പിളപ്പത്തിനെന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ കഴിക്കുകയാണ്. കുറച്ച് കരുണമോൾക്കും കൊടുക്കണമെന്നെല്ലാം പറയാണ് പ്രതാപൻ. അതേസമയം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശിക്കാണെങ്കിൽ വല്ലാത്ത ദേഹാസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനാണെങ്കിൽ എന്ത് പറ്റി അമ്മയെന്നെല്ലാം ചോദിച്ചുകൊണ്ട് തന്നെ വട്ടം പിടിക്കുന്നുണ്ട്. അതേസമയം മുത്തശ്ശി അപ്പോൾ തന്നെ തല കറങ്ങി വീഴുകയാണ്. അങ്ങനെ പ്രതാപനാണെങ്കിൽ ആകെ നിലവിളിച്ചുകൊണ്ട് തന്നെ അമ്മയെ താങ്ങിപ്പിടിക്കുന്നു. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.